ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PreSuccess കോഡ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാമിന് ചോദിച്ച കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയുന്നതോടൊപ്പം അതിൻ്റെ ഓപ്ഷൻസിൻ്റെ ചോദ്യമായിട്ട് വരാവുന്നതും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ, ബി KP കേശവമേനോൻ, സി മന്നത്ത് പത്മനാഭൻ, ഡി ചട്ടമ്പി സ്വാമികൾ. ഇതിൻ്റെ ഉത്തരം വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റു ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളെ കുറിച്ച് ചോദിക്കുന്നത്, വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠർ എന്ന പേര് സ്വീകരിച്ചത് എവിടെ വെച്ചാണ്? തിരുച്ചെണ്ടൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് വൈകുണ്ഠർ എന്ന പേര് സ്വീകരിച്ചത്. തമിഴ്നാട്ടിലെ തിരുച്ചെണ്ടൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് വൈകുണ്ഠർ എന്ന പേര് സ്വീകരിച്ചത്. രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരുന്നത് KP കേശവമേനോനാണ്. മലബാർ ഹോം റൂൾ ലീഗ് സെക്രട്ടറി ആയിരുന്നത് KP കേശവമേനോനാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെ കുറിച്ച് ചോദിക്കാവുന്ന ഒരു ചോദ്യം, സ്വന്തം കുടുംബക്ഷേത്രം മറ്റുള്ളവർക്കായി തുറന്നുകൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്. മന്നത്ത് പത്മനാഭനാണ് സ്വന്തം കുടുംബക്ഷേത്രം മറ്റുള്ളവർക്കായി തുറന്നുകൊടുത്തത്. ഇനി അടുത്ത ചോദ്യം, കാൾ മാർക്സിൻ്റെ ജീവചരിത്രം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? എ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ബി EMS നമ്പൂതിരിപ്പാട്, സി AK ഗോപാലൻ, ഡി EK നായനാർ. ഇതിൻ്റെ ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം, EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് ആത്മകഥ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. EMSൻ്റെ ആത്മകഥ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അടുത്ത ഓപ്ഷനാണ് AK ഗോപാലൻ. AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ, ഇൻ ദ കോസ് ഓഫ് പീപ്പിൾ. രണ്ടും AK ഗോപാലൻ്റെ ആത്മകഥയാണ്. എൻ്റെ ജീവിതകഥയും ഇൻ ദി കോസ് ഓഫ് ദി പീപ്പിളും AK ഗോപാലൻ്റെ ആത്മകഥയാണ്. നാലാമത്തെ ഓപ്ഷനായിരുന്നു ഓപ്ഷൻ ഡി EK നായനാർ. EK നായനാരുടെ ആത്മകഥയാണ് എൻ്റെ സമരം, മൈ സ്ട്രഗിൾ. എൻ്റെ സമരമാണ് EK നായനാരുടെ ആത്മകഥ. അടുത്ത ചോദ്യം, ഭാരത കേസരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എ TK മാധവൻ, ബി മന്നത്ത് പത്മനാഭൻ, സി K കേളപ്പൻ, ഡി P കൃഷ്ണപിള്ള. ഇതിൽ ഭാരത കേസരി എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ TK മാധവനായിരുന്നു. TK മാധവനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 1923 കാക്കിനാഡ കോൺഗ്രസ് സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത്. 1923 കാക്കിനാഡ കോൺഗ്രസ് സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് TK മാധവൻ. അടുത്ത ഓപ്ഷനാണ് K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു K കേളപ്പൻ. ഓപ്ഷൻ ഡി P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ടെമ്പിളിൽ മണി മുഴക്കിയ ആദ്യത്തെ നോൺ ബ്രാഹ്മിനാണ് P കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ബ്രാഹ്മണ ശിവനെ അല്ല. ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞത് ഏത് പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ്? എ ശിവഗിരി, ബി അരുവിപ്പുറം, സി തലശ്ശേരി, ഡി ആലുവ. അതിൻ്റെ ഉത്തരം അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ശ്രീനാരായണ ഗുരു ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ബ്രാഹ്മണ ശിവനെയല്ല എന്ന് പറഞ്ഞത്. ഇനി ഓപ്ഷൻ എ ആയിരുന്നു ശിവഗിരി. ശിവഗിരി സെൻറ്റർ സ്ഥാപിച്ചത് 1904 ആ വർഷം ഓർത്തിരിക്കണം. ശിവഗിരി സെൻറ്റർ സ്ഥാപിച്ച വർഷമാണ് 1904. അടുത്ത ഓപ്ഷൻ തലശ്ശേരി ആയിരുന്നു.
ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി പ്രതിഷ്ഠിച്ചത് തലശ്ശേരിയിലാണ്. അടുത്ത ഓപ്ഷൻ ആലുവ. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? എ അയ്യങ്കാളി, ബി ഡോക്ടർ പൽപ്പു, സി വാഗ്ബടാനന്ദൻ, ഡി സഹോദരൻ അയ്യപ്പൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് അതിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ ഡോക്ടർ പൽപ്പു ആണ് തന്നിരുന്നത്. മലബാർ എക്കോണമിക് യൂണിയന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു ആണ്. മലബാർ എക്കോണമിക് യൂണിയൻ. ഇനി വാഗ്ബടാനന്ദനാണ് അടുത്ത ഓപ്ഷൻ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. അടുത്തത് സഹോദരൻ അയ്യപ്പനാണ്. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത ചോദ്യം, ISROയുടെ ആസ്ഥാനം എവിടെ? ISROയുടെ ആസ്ഥാനം എവിടെ? എ ബാംഗ്ലൂർ, ബി മുംബൈ, സി ഡൽഹി, ഡി ശ്രീഹരിക്കോട്ട. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനായിരുന്നു മുംബൈ. മുംബൈ RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. അതുപോലെ LIC, SBI ഇതിൻ്റെ എല്ലാം ആസ്ഥാനം മുംബൈയിലാണ്. SBI, RBI, LIC എന്നിവയുടെ ആസ്ഥാനം മുംബൈയാണ്. അടുത്ത ഓപ്ഷനാണ് ഡൽഹി. മുദ്ര ബാങ്കിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. മുദ്ര ബാങ്കിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഡൽഹിയാണ്. അടുത്ത ഓപ്ഷനാണ് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമാണ് ശ്രീഹരിക്കോട്ട. ഇപ്പോൾ മുംബൈയാണ് SBI, RBI, LIC എന്നിവയുടെ ആസ്ഥാനം. മുദ്ര ബാങ്കിൻ്റെ ആസ്ഥാനമാണ് ഡൽഹി. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമാണ് ശ്രീഹരിക്കോട്ട. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെ പുസ്തകമാണ്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെ പുസ്തകമാണ്? എ ഐസക് ന്യൂട്ടൺ, ബി ചാൾസ് ഡാർവിൻ, സി സ്റ്റീഫൻ ഹോക്കിൻസ്, ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം എഴുതിയത് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. ഇനി മറ്റു ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം എഴുതിയത് ഐസക് ന്യൂട്ടൺ ആണ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം എഴുതിയത് ഐസക് ന്യൂട്ടൺ ആണ്. അടുത്തത് ചാൾസ് ഡാർവിൻ. ദ ഡിസെൻറ്റ് ഓഫ് മാൻ എന്ന പുസ്തകം ചാൾസ് ഡാർവിൻ്റേതാണ്. അതുകൂടാതെ ഒറിജിൻ ഓഫ് സ്പീഷീസ് അതെല്ലാവർക്കും അറിയാം. ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത് ചാൾസ് ഡാർവിൻ്റെ പുസ്തകമാണ്. അതുകൂടാതെ ചോദിക്കാവുന്ന മറ്റൊരു പുസ്തകമാണ് ദ ഡിസെൻറ്റ് ഓഫ് മാൻ. അടുത്ത ഓപ്ഷനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. തിയറി ഓഫ് റിലേറ്റിവിറ്റി എഴുതിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റീസെൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. PSC നടത്തുന്ന മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളും അതോടൊപ്പം ഓൺലൈൻ പരീക്ഷകളും ഞങ്ങൾ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.